ഹെമ കമ്മിറ്റി എന്ന് പറയുന്നത് 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി, ഒരു WCC എന്ന് പറയുന്ന സിനിമയിൽ പ്രവർത്തിക്കുന്ന വനിതകളുടെ കൂട്ടായ്മ WCC ഉണ്ടായി. അതിന് അവര് ഒരു പരാതിയായിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തതിന്റെ പേരിൽ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതായത് സ്ത്രീകൾക്ക് സിനിമ ഫീൽഡില് തൊഴിൽ സ്ഥലങ്ങളിലുള്ള സൗകര്യങ്ങളില്ല, ബുദ്ധിമുട്ടുകളുണ്ട്, അവർക്ക് കുറേയധികം പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങൾ, കുറെ പരാതികൾ വന്നപ്പോൾ പിണറായി വിജയനായിരുന്നു മുഖ്യമന്ത്രി. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിക്ക് വേണ്ടി ശുപാർശ ചെയ്തു. ഇതെല്ലാം പരിഹരിക്കാനായിട്ട്, റിപ്പോർട്ട് കൊടുക്കാനായിട്ട്, എന്താണോ വനിതകളുടെ പ്രശ്നങ്ങൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ച് എന്തൊക്കെയാണോ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനുള്ളത് അതെല്ലാം കൊടുക്കാനായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയിൽ 3 പേരുണ്ട്. ജസ്റ്റിസ്, ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള ഹേമ എന്ന് പറയുന്ന ജഡ്ജിയും, പഴയകാല സിനിമാ നടി ശാരദയും, പിന്നെ ഒരു റിട്ടയർഡ് IAS ഓഫീസറും, അങ്ങനെ 3 വനിതകൾ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത്. അവരുടെ പരിഗണനയ്ക്ക് വരേണ്ട വിഷയങ്ങളെന്ന് വെച്ചാൽ സിനിമ എന്ന് പറയുന്ന തൊഴിൽ സ്ഥലത്ത് ഉള്ള വനിതകൾ നേരിടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും, അത് ലൈംഗികമാകാം, സാമ്പത്തികമാകാം, അവരുടെ ശുചിത്വമായിട്ട് ബന്ധപ്പെട്ടതാകാം, എന്തായാലും അതിനെപ്പറ്റി മുഴുവനും അന്വേഷിച്ച് കണ്ടുപിടിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞാണ് ഈ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചത്. ആ കമ്മിറ്റി ആൾക്കാർക്ക് പരാതി കൊടുക്കാനും വരാൻ പറഞ്ഞിട്ട് പേപ്പറിൽ പരസ്യം കൊടുത്തിട്ടൊന്നും ആരും വന്നില്ല. ലാസ്റ്റ് കമ്മിറ്റിക്കാർ തന്നെ ഓരോ ആളുകളെയും പോയി നേരിട്ട് കോൺടാക്ട് ചെയ്ത് ബന്ധപ്പെട്ട് വലിയൊരു റിപ്പോർട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അവരുടെ പരാതികളും പ്രശ്നങ്ങളും ഒക്കെ കൂടി ഒരു വലിയൊരു റിപ്പോർട്ട് ഉണ്ടാക്കി. ഏതാണ്ട് 1 കോടി രൂപയോളം ചെലവായി മൊത്തം. പക്ഷെ അത്രമാത്രം അവർ വർക്ക് ചെയ്തു. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ വനിതകളെയും നേരിട്ടോ അല്ലെങ്കിൽ ഫോൺ മുഖേനയോ അല്ലെങ്കിൽ വാട്സപ്പ് മുഖേനയോ ഒക്കെ കോൺടാക്ട് ചെയ്ത് അവരുടെ സമയവും സൗകര്യം അനുസരിച്ച് അവരെ എടുത്തതിന് ശേഷമാണ് ഇങ്ങനൊരു വലിയ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. അതിൽ അവർ പരിഗണിച്ച വിഷയങ്ങളിൽ എല്ലാം അവര് അതിന്റെ റിപ്പോർട്ടുകളായിട്ട് കൊടുത്തു. ആ റിപ്പോർട്ടുകൾ 2019 ആയപ്പോഴേക്കും കൊടുത്തിട്ട് പുറത്തു വരാനായിട്ട് ഇത്രയും കാലം സമയം എടുത്തു. നമുക്കൊരു ഒറ്റവാക്കിൽ മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ്. 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, അതിൽ പരാമർശിക്കപ്പെടുന്ന വിഷയങ്ങൾ പുറത്ത് പറയുന്നതിന് മുമ്പ് വീണ്ടും ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ടോ, അതോ പോലീസിലേക്ക് ഇത് പോകേണ്ടതുണ്ടോ? ഇതിൽ പരാതിക്കാരായിട്ട് ആരും പറഞ്ഞിട്ടില്ല, മൊഴികളെ പറഞ്ഞിട്ടുള്ളൂ, ആരോപണങ്ങൾ എന്നുള്ള മട്ടിലായിട്ടുള്ളൂ. പരാതിയായിട്ടൊരു സംഭവം വരുന്നില്ല ഇതിനകത്ത്. അപ്പൊ ഇതിനകത്ത് വ്യക്തമായിട്ട് ഒരു ആളുടെ പേര് 1-2 സ്ഥലങ്ങളിൽ പറയുന്നുണ്ടെന്നല്ലാതെ കണ്ട് ഇത് പൊതുവേ ഉള്ളൊരു തൊഴിൽ സ്ഥാപനത്തിൽ പൊതുവെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അല്ലാതെ ഇതൊരു വ്യക്തിപരമായ സംഭവങ്ങളായിട്ടല്ലായിരുന്നു. അപ്പോൾ പിന്നെ അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇത്രയും സജീവമല്ല, ഇതൊന്നും പുറത്ത് വന്നില്ല, അതുകൊണ്ടൊക്കെയാണ് ഇതിങ്ങനെ ഒതുങ്ങിപ്പോയത്. പക്ഷെ പിന്നെ ഇത് പുറത്ത് വരാനുള്ള സമയമായി കഴിഞ്ഞപ്പോഴേക്കും എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഇതിനു വേണ്ടി മൊഴി കൊടുത്ത 1-2 പേര് കോടതി കൊണ്ടുവന്ന് ഹർജി കൊടുത്തു. ഞങ്ങൾ പറഞ്ഞത് തന്നെയാണോ എഴുതിയേക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല, അത് കൂടാതെ വല്ലതൊക്കെ എഴുതി ചേർത്തോണ്ടെന്ന് അറിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ആദ്യം വായിച്ച് ബോധ്യപ്പെട്ട് മാത്രമേ പബ്ലിഷ് ചെയ്യാവുള്ളൂ എന്നുള്ള മട്ടിൽ പരാതി കൊടുത്തു. സജിമോഹൻ പാറയിൽ എന്ന് പറഞ്ഞ പുള്ളിയൊക്കെ പരാതി കൊടുത്തു. അപ്പൊ അത് വീണ്ടും ഹൈക്കോടതി തടഞ്ഞു. അപ്പോൾ പുറത്തു വിടാൻ പറ്റില്ല, മൊഴി കൊടുത്തവർക്ക് ഇത് വായിച്ചു നോക്കാനും ഇത് മനസ്സിലാക്കാനും ഉള്ള സാവകാശം കൊടുത്തതിന് ശേഷം മാത്രമേ പുറത്തു വിടാനൊക്കൂ എന്ന് പറഞ്ഞു. അത് വീണ്ടും ഡിലേ ആയി. അങ്ങനെ ലാസ്റ്റ് വിടുന്നതിന് തൊട്ട് മുമ്പ് രഞ്ജിനിയും വന്നൊരു പരാതി കൊടുത്തു. പരാതിയല്ല, രഞ്ജിനി പറഞ്ഞു ഞാൻ പറഞ്ഞത് തന്നെയാണ് എഴുതിയേക്കണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് ഹൈക്കോടതി തള്ളി പുറത്തു വിടാൻ പറഞ്ഞു. അങ്ങനെ 255 പേര്, ആളുകളുടെ പേര് പരാമർശിക്കുന്ന കുറച്ച് പേജുകൾ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള 255ഓളം പേജാണ് ഈ കമ്മിറ്റി റിപ്പോർട്ടായിട്ട് നിലവിൽ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അതിന് പിന്നാലെ പക്ഷെ അപ്പോഴത്തേക്കും ഈ സോഷ്യൽ മീഡിയ ഇത്രയും ഫേമസ് ആയ കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും സ്വമേധയാ കുറെ ആളുകൾ പേര് അടക്കം പറഞ്ഞ് പരാതി വന്നു തുടങ്ങി. അപ്പൊ ഇതിനി പുതിയ തലത്തിലേക്ക് പോവാണ്. ഒരു പക്ഷെ ഒന്നുകൂടെ ആ കമ്മിറ്റിക്ക് മുമ്പാകെ ഇത്രയും പേര് വീണ്ടും പോയിട്ട് പരാതി കൊടുക്കേണ്ട വരും ചിലപ്പോഴും. ഇത് മറച്ചു വെക്കുക എന്നുള്ളതല്ല, ഇതിന് നമുക്ക് ഇത് ഒരു വിവരാവകാശം വഴി എഴുതി മേടിക്കാവുന്ന പേജുകൾക്ക് ഒരു പരിധിയുണ്ട്, പുറത്തു വിടാവുന്ന പേജുകൾക്ക് ഒരു പരിധിയുണ്ട്. അതായത് ഒരു വ്യക്തി അയാളുടെ കാര്യങ്ങളെ സംബന്ധിച്ച് കൊടുത്ത മൊഴികളെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെറുതെ അവതരിപ്പിക്കാൻ പറ്റില്ല. അത് കോടതിയുടെ തീരുമാനം വരുന്നത് വരെ അതൊരു റിപ്പോർട്ട് മാത്രമാണ്, അതൊരു വിധിയല്ല. അപ്പോ ഇതിനകത്ത് ഇപ്പൊ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 55 മറ്റോ പേജുകളാണ് അതിനകത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. അത്രയും പേജ് ഉണ്ടൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ പേജ് ചില പ്രത്യേക പരാമർശങ്ങൾ പറയുന്നുണ്ട്. അതിനെപ്പറ്റി പരാതി എടുക്കേണ്ട കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ അത് പോക്സോയുടെ പരിധിയിൽ വരും, ചിലപ്പോൾ അത് പീഡനത്തിന്റെ പരിധിയിൽ വരും, ചിലപ്പോൾ അത് തൊഴിലിടങ്ങളിലുള്ള അനാരോഗ്യകരമായിട്ടുള്ളത് അതിന്റെ പരിധിയിൽ വരും. അപ്പൊ അതൊരു ടെക്നിക്കലി ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഒറ്റയടിക്ക് അത് പുറത്തേക്ക് വിടാൻ സാധിക്കാത്തത്. പക്ഷെ ഹൈക്കോടതി അത് മുദ്ര വെച്ച കവറിൽ കൊടുക്കാൻ പറഞ്ഞു, അത് കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ മിക്കവാറും ഹൈക്കോടതിക്ക് അതിന്റെ പേരിൽ കേസ് എടുക്കാം ഇനി വേണമെങ്കിൽ. പണ്ട് കാലത്ത് ആളുകൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ പുറത്തു പറയാനുള്ള മടിയോ ചമ്മലോ ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇന്നലെ എന്നോ മുതലല്ല എന്ന് തൊട്ടൊക്കെ ഈ രംഗങ്ങളുണ്ടോ. അപ്പൊ സിനിമയായാലും സ്പോർട്സ് ആയാലും എല്ലാ രംഗങ്ങളിലും ഈ ഒരു പ്രവണതയുണ്ട്.
പ്രത്യേകിച്ച് സിനിമ എന്ന് പറയുന്ന ഒരു ഗ്ലാമറിന്റെയും പൈസയുടെ ഇൻഡസ്ട്രി ആയി കഴിയുമ്പോൾ കുറെ ആളുകൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പണ്ട് കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഈ ഇടയ്ക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ കുറച്ചു പേർക്ക് അത് പുറത്തു പറയാൻ മടിയാണ്. അതായത് അവരുടെ ഭാവി നഷ്ടപ്പെട്ടു പോകും, അവർക്ക് അപ്പൊ ഞാൻ പറയാം. അപ്പൊ അതുകൊണ്ട് ഭാവി നഷ്ടപ്പെട്ടു പോകും, അവസരം കിട്ടില്ല, സാമ്പത്തികമായിട്ട് പിന്നെ എനിക്ക് പുരോഗതി പ്രാപിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇത് പേടിച്ച് നിൽക്കുമായിരുന്നു. ഇപ്പൊ എന്ത് പറ്റി? ഇപ്പൊ പൈസ ഉണ്ടാക്കാൻ സിനിമ വേണമെന്നില്ല, സോഷ്യൽ മീഡിയ മതിയായി. ഇപ്പൊ പൈസ ഉണ്ടാക്കാൻ അവർക്ക് ഈസി ആയിട്ട് ചെയ്യാം, സ്വന്തമായിട്ട് ചാനലുകൾ ചെയ്യാം, സ്വന്തമായിട്ട് അവർക്ക് റവന്യൂ മാർഗങ്ങളായി. സിനിമയെ കുറിച്ച് മാത്രം ആലോചിച്ചിരിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല സിനിമ ഇപ്പൊ ഇതിനെ ബന്ധപ്പെടുത്തിയല്ല, അതായത് കഴിവുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് കയറാമെന്നുള്ള മട്ടിലേക്കായി. അപ്പൊ വീണ്ടും അവർക്ക് എന്ത് ചെയ്യും? അപ്പൊ ഇങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ 15 കൊല്ലം മുമ്പും 20 കൊല്ലം മുമ്പും സംഭവിച്ച സംഭവങ്ങളെ പറ്റി ധൈര്യമായിട്ട് പറയാനാണ് അവർക്കൊരു മടിയില്ലാണ്ടായിപ്പോ. കാരണം ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പണ്ട് പറയുമ്പോൾ ഒരു TV ചാനലോ ഒരു റേഡിയോ ന്യൂസിലോ അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പേപ്പറിൽ അറിയാൻ പറ്റുള്ളൂ. ഇവരെന്ത് പറഞ്ഞാലും പേപ്പറിൽ അങ്ങനെ വരണം നിർബന്ധമില്ല, മാറ്റിയേ വരുള്ളൂ. അപ്പൊ ഇപ്പൊ എന്ത് പറ്റി? ഇപ്പൊ അവർക്ക് അവരുടെ അഭിപ്രായം ഓൺലൈനായിട്ടോ ലൈവായിട്ടോ വിടാം. അവർക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതുകൊണ്ട് കഥ മാറി. ഇപ്പൊ അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ ആർക്കും ഒന്നിനെ മൂടി വയ്ക്കാൻ പറ്റില്ല. പണ്ട് ഇവരിത് പറഞ്ഞാലും പുറത്തു വരണമെങ്കിൽ മാതൃഭൂമിയോ മനോരമയോ അല്ലെങ്കിൽ ന്യൂസ് ചാനലോ കരുതണം. അവരിത് എങ്ങനെ പുറത്തു വിടാൻ നമുക്ക് പറയാൻ പറ്റില്ല. അവര് നിയമപരമായ കുരുക്കെന്നൊക്കെ പറഞ്ഞാൽ അവരത് പുറത്തേക്ക് വിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെയും പ്രശ്നമാകും. അപ്പൊ അതുകൊണ്ട് നിലവിൽ ഇത്രമാത്രം ഓപ്പണായി, അതായത് സ്വന്തം നിലയ്ക്ക് ഓരോരുത്തർക്കും ഓരോ ചാനലും ഓരോ മീഡിയ ആയി കഴിഞ്ഞപ്പോൾ ധൈര്യമായിട്ട് പറഞ്ഞു തുടങ്ങി. ഇതിനെ ഒരിക്കലും മൂടിക്കെട്ടി വയ്ക്കാൻ പറ്റില്ല. നമുക്കിനി ഒന്നും പറയാനില്ല ഇതിനകത്ത്. ഇത് ഒരു പക്ഷേ ഇതൊരു ഒരു ജംഗ്ഷനാണ്. ഇവിടെ നിന്നൊരു തിരിവ് തിരിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ കുറച്ചുകൂടെ ക്ലിയർ ആവുമായിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ മലയാള സിനിമയുടെ പോക്ക് എങ്ങോട്ടേക്കാവുന്ന വിനയ സാറിനോട് പറയാം. ഇതൊരു സിനിമയുടെ മൊത്തത്തിലുള്ള കാര്യത്തെ കുറിച്ചല്ല കേട്ടോ. നമ്മൾ പറയുന്നത് ഒരു 10% താഴെയുള്ള കുറച്ച് കാര്യങ്ങളിൽ സംഭവിക്കുന്നതാണ്. കുറച്ച് സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയുടെ കാര്യങ്ങളാണ്. അതല്ലാതെ വേറൊരു സെക്ഷൻ ഉണ്ട് സിനിമയ്ക്ക് നല്ലോണം. പവർ ഗ്രൂപ്പ് നിലവിൽ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? നമുക്കുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ഇല്ലെന്ന് എത്രയൊക്കെ പറഞ്ഞാലും അതിൽ പവർ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഒരിക്കലും മീശ വെച്ച ആണുങ്ങളായിരിക്കില്ല. പെണ്ണുങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു അച്ചുതണ്ട് ശക്തി എന്ന് തന്നെ പറയേണ്ടി വരും. അതുണ്ടാവാൻ സാധ്യതയുണ്ട്. പവർ ഗ്രൂപ്പ് എന്ന് ഇംഗ്ലീഷ് പറയാം, മലയാളത്തിൽ ഇതിനെ അച്ചുതണ്ട് ശക്തി തന്നെ പറയേണ്ടി വരും. കാരണം ഇത് നിയന്ത്രിക്കുന്ന കുറച്ച് പേര് തീർച്ചയായിട്ടും ഉണ്ടാവും. അവർക്ക് ഇതൊരു ദോഷകരമായ വാർത്തയാണ്. കാരണം ഞങ്ങളില്ലെങ്കിൽ സിനിമയില്ല എന്നുള്ളൊരു മട്ടിൽ ചിന്തിക്കുന്ന കുറച്ച് പേര് ഇതിനകത്തുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ കാണുന്നത്. കാരണം നീ ഞങ്ങളോടൊപ്പം ഇങ്ങനെ സഹകരിച്ചില്ല എങ്കിൽ നിന്നെ ഞങ്ങൾ സിനിമയിലേക്ക് ഒരാൾ എടുക്കില്ല എന്ന് പറയാൻ ധൈര്യമുള്ള കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറിപ്പോയി. ഇനി അത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പറയുന്നത്. കാരണം ഇനിയിപ്പോ കാശുള്ള ആർക്കും സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം, കഴിവുള്ള ആർക്കും സ്ക്രിപ്റ്റ് എഴുതാം, ഇത് ആരും തന്നില്ലെങ്കിൽ നേരെ OTTയിൽ ഇടാം, ആരും എടുത്തില്ലെങ്കിൽ യൂട്യൂബ് സിനിമയാക്കാം. അത്രമാത്രം ഇപ്പൊ കാര്യങ്ങൾ ഓപ്പണായി. അപ്പോൾ നല്ല നല്ല സിനിമകൾ മൂക്കുകുത്തി, ചിലപ്പം കോടി മുടക്കിയ സിനിമകൾ മൂക്കുകുത്തി താഴ്ത്തു കൊണ്ട് പൊട്ടണം. അപ്പോൾ ഒന്നും ഇപ്പോൾ പറയാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഇനിയും ആളുകൾ തുറന്ന് സമ്മതിച്ചു തുടങ്ങും, കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു തുടങ്ങും. അതൊരു നല്ല മാറ്റമായിരിക്കും. കാരണം ഈ ഒരു കുലുക്കില് എല്ലാ പാഴ് ചെടികളും എല്ലാ പഴങ്ങളും പൊഴിഞ്ഞു പോകും, നല്ലത് മാത്രം നിൽക്കും. ഇതായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇനി പറഞ്ഞ പോലെ ഇനിയും ഇതുപോലെ ആൾക്കാരെ പറ്റി പുറത്തേക്ക് വരാൻ 2 മാസത്തേക്ക് എന്തായാലും ഉണ്ടാകും. കാരണം ഈ ഒരു ട്രെൻഡ് അങ്ങനെ നിൽക്കും. ഇനി പറയാനുള്ളവർ ഇപ്പൊ ധൈര്യം ആർജിച്ചു വരുമായിരിക്കും, പറയാനുള്ളവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്തൊക്കെയാ പറയേണ്ടതെന്നുള്ളത്. ജൂനിയർ ആർട്ടിസ്റ്റുകളും ഒരുപാട് ആൾക്കാർ ഇനിയിപ്പോ പുറത്തേക്ക് വരാൻ വെയിറ്റിംഗ് ആയിരിക്കും അല്ലേ? ഒരു മാസത്തേക്ക് എന്തായാലും ഈ ട്രെൻഡ് ഉണ്ടാകും. കാരണം പറയാനുള്ളതൊക്കെ പറഞ്ഞു നിർത്താൻ ആ ഒഴുക്കിലങ്ങ് തീർന്നു നോക്കുള്ളൂ. ഇനിയിപ്പോ എന്റെ മാത്രം പറഞ്ഞ് ഞെട്ടിക്കേണ്ടെന്ന് എല്ലാവരും ഇപ്പൊ തന്നെ പറയും. അപ്പൊ പിന്നെ ആ ഒഴുക്കിലങ്ങ് പൊക്കോളും. അപ്പൊ നമ്മൾ മറന്നുപോകും. 2 ആഴ്ച കഴിയുമ്പോൾ ആരൊക്കെ ആരെ പറ്റി പറയുന്നത് മറന്നുപോകും. ആരുടെയൊക്കെ കുറെ പേര് കേട്ടു എന്നല്ലാതെ നമുക്ക് ആ ഒരു മറവി നമുക്ക് സംഭവിക്കും. സ്വാഭാവികമായിട്ടും പണ്ട് ഇതുപോലെ സരിതയുടെ സീരിയയുടെ പിന്നാലെയും അതിനു മുമ്പ് ഓരോ കുംഭകോണത്തിന്റെ പിന്നാലെയൊക്കെ നമ്മൾ നടന്നപ്പോഴൊക്കെ 2 മാസം ഉണ്ടായിരുന്നു ആ ട്രെൻഡ്. അത് കഴിഞ്ഞാൽ മാക്സിമം 45 ദിവസം. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനുഷ്യരുടെ അടുത്ത ന്യൂസിലേക്ക് പോകും. അത് എല്ലാവർക്കും ഉള്ള ഇതാണ്. പക്ഷെ ഇങ്ങനെ ഒരു അറിവ് കിട്ടി, ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നുണ്ട്. സ്പോർട്സിലും സംഭവിക്കുന്നുണ്ടല്ലോ. നമ്മളത് സ്പോർട്സിൽ ഇന്ത്യയിൽ മൊത്തം കണ്ടതാണ്. സ്പോർട്സിലും ഇങ്ങനെ സഹകരിച്ചില്ലെങ്കിൽ സ്പോർട്സിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു അവസ്ഥ നമ്മളും കണ്ടതാണ്. ആദ്യത്തെ ദിവസം ഒരു ദിവസം ഞാനും കരുതി ഇത് വലിയ പ്രശ്നമായിരിക്കും സിനിമ മേഖല എഴുതി. പക്ഷെ എനിക്ക് പിറ്റേ ദിവസം തൊട്ട് എനിക്ക് വായിക്കുമ്പോഴും കാണുമ്പോഴും മനസ്സിലായി തുടങ്ങിയത് ഇത് അവരതിനെ ഓവർകം ചെയ്ത് കഴിഞ്ഞു. അല്ലെങ്കിൽ ഈ പറയുന്ന അത്തരം സമയം കൊണ്ട് അവരതിനെ കവർ ചെയ്യാനുള്ള മാർഗങ്ങൾ ചിന്തിച്ചു വച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമായിട്ടേ തോന്നുന്നില്ല ഇപ്പോഴേ. എല്ലാവരും മേഖലയെ ഇത് ബാധിക്കും തോന്നുന്നുണ്ടോ മൊത്തത്തില്? ഇല്ല ഒരിക്കലും തോന്നുന്നില്ല. ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. നമ്മൾ ആളുകൾക്ക് മനസ്സിലും കണ്ടും കേട്ടും അറിയാവുന്ന കാര്യങ്ങൾ ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. ഇതിനകത്ത് ഒരു കനത്ത മാറ്റമൊന്നും സംഭവിക്കാൻ യാതൊരു സാധ്യതയില്ല. അങ്ങനെ ഒരു വിപ്ലവത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു. അങ്ങനെ ഒരു വിപ്ലവം ഇനി ഉണ്ടാവാൻ സാധ്യത എനിക്ക് ഒട്ടും തോന്നുന്നില്ല.
ഒരു സ്കൂപ്പ് എന്നതിൽ കവിഞ്ഞ് വേറൊന്നും ചിലപ്പോൾ ഇതിനൊരു ഇതില്ല. പിന്നെ കുറച്ച് പേർക്ക് ഇതുകൊണ്ടൊരു പ്രശ്നപരിഹാരം കിട്ടിയേക്കാം, കുറച്ച് പേർക്ക് ഇതുകൊണ്ടൊരു നഷ്ടം സംഭവിച്ചേക്കാം. അല്ലാതെ പൊതുവായിട്ട് ഇൻഡസ്ട്രിക്ക് ഇതൊന്നും വലിയ ബാധിക്കാനുള്ള സാധ്യത ഇല്ല. കാരണം ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിന്റെയാണ്. അപ്പൊ അതിനകത്ത് ഒന്നോ രണ്ടോ ഇങ്ങനത്തെ സംഭവങ്ങൾ കൊണ്ട് നമുക്ക് അതിനെ മൊത്തം നമുക്ക് ഒഴിവാക്കി കളയാനും പറ്റില്ല. കാരണം കുറെ പേരുടെ ജീവിതോപാധിയാണല്ലോ. അതുകൊണ്ടാണല്ലോ വ്യവസായമായിട്ട് സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രി ആയിട്ട് അംഗീകരിച്ച് കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഇത്രയും കാര്യങ്ങളിൽ തീരുമാനങ്ങളൊക്കെ വരുന്നത്.